എന്റെ സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സൈസ് പണ്ട് 28ആയിരുന്നു. എനിക്ക് സത്യസന്ധമായിട്ട് എനിക്കൊരു ബ്രാ കിട്ടാനുണ്ടായിരുന്നില്ല. മാറിടത്തിന് 28 സൈസ് ആണെങ്കിൽ ആരും നോക്കുന്നില്ല, 32-ന് മുകളിലാണെങ്കിൽ ആളുകൾ വലിയ രീതിയിൽ നോക്കുന്നു എന്നാണ് ഒരു പെൺകുട്ടി പറയുന്നത്. അതായത് 28 സൈസ് എന്ന് പറയുന്നത് ചെറിയ സൈസാണ്, ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു ആണുങ്ങളൊക്കെ നോക്കണമെങ്കിൽ സോഷ്യലായിട്ട് ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ശ്രദ്ധ കിട്ടണമെങ്കിൽ കുറച്ച് വലിയ മാറിടം വേണം, അല്ലാത്ത പക്ഷം നോക്കില്ല. അതുപോലെ തന്നെ 28 സൈസുള്ള ആളുകൾക്ക് ബ്രാ പോലും കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ വിഷയമായിട്ട് എനിക്ക് തോന്നിയതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുക, അപ്പൊ അവര് പറഞ്ഞ കാര്യം കുറച്ചൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകും, ചില കാര്യങ്ങളിലൊക്കെ ഒരു തിരുത്ത് വേണ്ടേ എന്നും തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഒന്നും നോക്കാതെ ഒരു വീഡിയോ കുറിച്ച് റിയാക്ട് ചെയ്യുന്നത്, വേറെ ഒന്നും തോന്നണ്ട. അപ്പൊ ഇതിനെക്കുറിച്ച് ചില അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്, ഒന്ന് കേൾക്കുക. 32-നും 44-നും അപ്പുറവും ഇപ്പുറവും ഉള്ള ആളുകളൊന്നും ആരും വകവയ്ക്കുന്നത് പോലും ഇല്ല എന്നുള്ളതാണ്. എന്റെ സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സൈസ് പണ്ട് 28ആയിരുന്നു. എനിക്ക് സത്യസന്ധമായിട്ട് എനിക്കൊരു ബ്രാ കിട്ടാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊരു എന്താ പറയാ ഒരു ബ്രേസിയർ അന്വേഷിച്ചു പോയ കഥകളുണ്ട്. 28 ഞാൻ വളരെ മെലിഞ്ഞിരുന്നിരുന്ന കാലമായിരുന്നു. ഇത് സെന്റിമീറ്റർ ആണ് 28 എന്ന് പറയുന്നത്. ഭയങ്കര മെലിഞ്ഞിട്ട് എനിക്ക് 35 കിലോ അങ്ങനെയൊക്കെ വെയിറ്റ് ഉണ്ടായിരുന്നു, 36 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് കടയിൽ പോയി കഴിഞ്ഞാൽ 28 എന്ന് പറയുന്ന സൈസ് ഇല്ല. ഓക്കെ, 32-ന്റെ മുകളിൽ സൈസുള്ള ആളുകൾ ഇറങ്ങി നിന്ന് റോട്ടിലേക്ക് ഇറങ്ങി നിന്നുണ്ടെങ്കിൽ അത് ആളുകൾ ശ്രദ്ധിക്കുന്നു, അവർ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവരാണ് വുമൺ എന്ന രീതിയിലാണ് ഈ പെൺകുട്ടി പറയുന്നത്. 28 സൈസ് ഉണ്ടായിരുന്ന ഈ ഒരു പെൺകുട്ടി കടകളിൽ ചെന്നപ്പോൾ കുറച്ച് പിറകിലാണേ, കുറച്ച് മുന്നത്തെ കാര്യമാണ്. കടയിൽ ചെല്ലുമ്പോൾ കിട്ടില്ല, 32-ന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ സാധനം കിട്ടുള്ളൂ. എന്നിട്ട് അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കിട്ടുന്ന തരത്തിലെ കടകളിലൊക്കെ പോകും, പക്ഷെ അവിടെയും കിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 28 എന്നുള്ളത് ഒരു സൈസേ അല്ലായിരുന്നു എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ബ്രായുടെ ഒരു യൂസ്? തൂങ്ങി നിൽക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഷെയ്പ്പോടുകൂടി ചേർത്ത് നിർത്താൻ, അല്ലെ? ഇതിനാണല്ലോ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പൊ 28 സൈസ് പറയുന്നത് ഒരു ചെറുതാണ്, ഒരു ചെറിയ സൈസിന് ചിലപ്പോൾ തൂങ്ങി നിൽക്കേണ്ടതായിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ ഈ കടക്കാരിത് വെക്കാത്തത് എന്തുകൊണ്ടാവും? ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ടാവും, അല്ലെ? ഒരു കടയിൽ സെയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അത് കിട്ടുമോ എന്ന് അന്വേഷണം നടത്തണം, എന്നാലേ ബിസിനസ്സാണ് ആ സാധനം അവിടെ കിട്ടുള്ളൂ, അവർ കൊണ്ടുവെക്കുള്ളൂ. അപ്പൊ 28 എന്ന സൈസിലുള്ള സാധനം അന്ന് കിട്ടിയിരുന്നില്ല, ഇന്ന് കിട്ടും, ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടും. പക്ഷേ ഈ ഒരു സൈസ് 28 എന്ന സൈസ് ചിലപ്പോൾ പെറ്റിക്കോട്ട് യൂസ് ചെയ്യാൻ കഴിയില്ലേ, അതിന്റെ ആവശ്യം ചിലപ്പോൾ വരുന്നുള്ളൂ. ചിലപ്പോൾ ആ നിപ്പിൾസ് പുറത്തേക്ക് കാണാനുള്ളൊരു സാധ്യതയുണ്ട്. അന്നൊന്നും ആ ഒരു ജെല്ലി ആ ഒരു സംഭവം ഇല്ലായിരുന്നു തോന്നുന്നു, കുറച്ച് പെണ്ണില്ല, പിന്നെ ഇപ്പോഴാണല്ലോ അതൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അത് വെക്കാൻ കഴിയില്ല. അപ്പൊ ഓരോരുത്തരുടെ ചോയ്സാണ്, ഓരോരുത്തരുടെ താല്പര്യമാണ് അത് യൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇവർ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 32-ന് മുകളിൽ സൈസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്ത്രീ ആയിട്ട് പരിഗണിച്ചിരുന്നത് എന്നാണ്. ഒന്ന് കേൾക്കാം. എന്നിട്ട് ഞാൻ പിള്ളേരുടെ സെക്ഷനിലൊക്കെ പോയി നോക്കും. അപ്പൊ അന്ന് ഈ പിള്ളേരുടെ സെക്ഷൻ, ഞാൻ പറയുന്ന കുറെ കാലം മുമ്പത്തെ കഥയാണ്, അന്ന് ഈ പിള്ളേരുടെ സെക്ഷൻ ഒന്നും ഇല്ല, ആകെ 32 മുതലേ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അത് എല്ലായിടത്തൊന്നും കിട്ടില്ല പിള്ളേരുടെ. എന്നിട്ട് സ്പെഷ്യൽ ആയിട്ട് അത് കിട്ടുന്ന കടകൾ അന്വേഷിച്ച് പോയി അവിടെ പോയിട്ടൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. ഓക്കെ, അത് വലിയൊരു കഷ്ടപ്പാടാട്ടോ. കുട്ടികളുടെ സെക്ഷനിൽ പോലും അന്ന് ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്തല്ലേ അതൊക്കെ വന്നേ, ആ ഒരു സമയത്ത് അതില്ലല്ലോ, അല്ലെ? അതിന് പതുക്കെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള എന്താ പറയാ കോസ്റ്റ്യൂംസ്, വസ്ത്രങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. പണ്ട് കാലങ്ങളിൽ ചെറിയ തുണികളൊക്കെ ഉപയോഗിച്ചിരുന്നു, അതുപോലെ ഷിമ്മീസ് യൂസ് ചെയ്തിരുന്നു. തുണി തന്നെയാണ് ഒരു സമയത്ത് ശരിയായ ഈ ഒരു സംഭവത്തിന് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത്. പിന്നീട് കാലക്രമേണയാണ് ഇതൊക്കെ വന്നത്, പാഡ്, കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന്, പിന്നെ ആ ഒരു ജെല്ലി ബാഗ് പോലത്തെ സാധനം, പേരറിയില്ല. അപ്പോൾ 28 ആണെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല, 32, 40 ഒക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുന്നു. അപ്പൊ അവർ ഏതോ ഒരു സിനിമയിലോ എന്തിലോ വർക്ക് ചെയ്തിട്ടുണ്ട്, ആരും എന്നെ ശ്രദ്ധിക്കാതെ പോയത്, ഇങ്ങനെ റോട്ടിൽ ഇറങ്ങി പോയാൽ പോലും ആരും ശ്രദ്ധിക്കാത്തത് ഇതുകൊണ്ടാണ് എന്നുള്ളത്. ആണുങ്ങളുടെ കണ്ണ്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ കണ്ണ് മുഴുവൻ ഒരു സ്ത്രീയുടെ മാറിടത്തിലേക്ക് ചുരുങ്ങുന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പറയുന്നത് എനിക്ക് തോന്നിയത്. ഇതിലെ കമന്റുകൾ രസകരമായിട്ടുള്ളതായിരുന്നു. കമന്റിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 28 ഉള്ളൂ, പിന്നെ എന്തിനാ ഇത് വാങ്ങാൻ പോയേ? 28 ഉള്ളൂ, എന്തിനാണ് ഈ ഒരു സംഭവം നിങ്ങൾ യൂസ് ചെയ്യുന്നത്? അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പൊ 28 എന്നുള്ള ആ ഒരു സൈസിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. അത് തൂങ്ങി നിൽക്കുന്ന സമയമാണോ, അല്ലെങ്കിൽ അത് ഉറച്ചു നിൽക്കുന്നതാണോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരെ തന്നെ പറയുന്ന, അവരുടെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ്. കുട്ടികൾ യൂസ് ചെയ്യുന്നത്, കുട്ടികൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ യൂസ് ചെയ്യുന്ന കടകളിലേക്കൊക്കെ പോയിട്ട് അത് വാങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇതിലൊരു ബ്രായുടെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനപ്പുറത്ത് കിടക്കുന്നവരുണ്ട്, 44 ഇപ്പുറത്ത് കിടക്കുന്നവരുണ്ട്. അതായത് എനിക്ക് ഒരു പക്ഷേ ഞാൻ ഈ കഥയിൽ അഡ്രസ് ചെയ്യാതെ പോയത് ഒരു പക്ഷേ ഒരു പ്ലസ് സൈസ് വുമനെയാണ് ഞാൻ അഡ്രസ് ചെയ്യാതെ പോയി എന്ന് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നത്. ഐ ഷുഡ് ഹാവ് അഡ്രസ്ഡ് എ പ്ലസ് സൈസ് വുമൺ ഓൾസോ. 44-ന് അപ്പുറത്തുള്ള ഒരാളെ കൂടെ അതിൽ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പം
പിന്നെ അതേപോലെ നമ്മുടെ കപ്പ് സൈസുകൾ ഈ ABCD എന്നുള്ളതൊക്കെ കപ്പ് സൈസ് ആണ്. ഇത് ശരിക്കും A മുതൽ ട്രിപ്പിൾ A മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് എത്ര പേർക്ക് അറിയാം? ഇവിടെ ട്രിപ്പിൾ A ഒന്നും ഇല്ല, A തന്നെ കിട്ടാനില്ല, അവിടെ B മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ശരിക്കും അത് എല്ലാവരും അറിയേണ്ട സാധനം തന്നെ. A മുതൽ ട്രിപ്പിൾ A മുതലൊക്കെ തുടങ്ങും. ഇവിടെ പൂർണ്ണമായിട്ടും ബിക്ക് ശേഷമാണ് വരുന്നത് എന്നാണ്. B1 B2 B6 എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. എന്താണ് A സൈസ്, അല്ലെങ്കിൽ 28 A എന്താണ്, 32 A ആണ്, അങ്ങനെ അങ്ങനെ ഓരോന്നിനും ഓരോ സൈസുകളുടെ ഡിഫറൻസ് ഉണ്ട്, കപ്പ് സൈസിനൊക്കെ ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പെൺകുട്ടികൾക്കും ഒരു ധാരണ വരും, അതെന്താ അങ്ങനെ. പക്ഷെ ഇവർ പൂർണ്ണമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം അതിനെക്കുറിച്ച് പറയുന്നില്ല. അവരൊരു പ്രൊജക്റ്റ് ചെയ്ത പ്രൊജക്റ്റിൽ ബ്രാലെസ് അല്ല, എന്താ പറഞ്ഞ ബ്രസ്റ്റ്ലെസ്, മുല കുറവുള്ള പെൺകുട്ടി ആയതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. ഒരു 40 സൈസ് 42 സൈസൊക്കെ ഉള്ള ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ശ്രദ്ധിച്ചേനെ എന്ന് അവർ പറയുന്നു. ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ ആ ഒരു നിലപാടല്ല, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി അല്ല എന്നുള്ളതാണ്. ആരും ആരുടെയും ശരീരത്തിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് അളവെടുക്കുന്ന സ്വഭാവം ഇല്ല ഇവിടെ ഇപ്പോൾ. അതൊക്കെ കാലങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമാണ്. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെ കുറവാണ്. എല്ലാവരും 0 സൈസിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളുണ്ട്. കൃത്യമായ ഫിറ്റ്നസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട്. അപ്പോൾ പെൺകുട്ടികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു സംഭവം വലിയ രീതിയിൽ വലുതാക്കണം എന്നുള്ള ഒരു ട്രെൻഡിങ് ഒന്നും ഇവിടെ ഇല്ല ഇപ്പോൾ. അത് ഏത് സൈസിലേക്ക് പോയാലും കുഴപ്പമില്ല. നമ്മുടെ ജീവിതം അത് കളർഫുൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ വാക്കുകളിലൂടെ പറയുന്നത്, ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് വലിയ സൈസ് അല്ല എൻ്റെ, ചെറുതാണ്, അതിലെനിക്ക് സങ്കടമുണ്ട് എന്ന് തന്നെയല്ലേ. അതാണ്. അപ്പോ ഇങ്ങനെ നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിന്. അത് ഇങ്ങനെ ആവണം, ഇത്ര മുതൽ ഇത്ര വരെയുള്ളവരാണ് ഓക്കെ ആയിട്ടുള്ളവർ, ബാക്കിയുള്ളവരൊക്കെ പോക്കാണ്. അതിനെയാണ് നമ്മളിവിടെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന ആളുകൾ ആരും തന്നെ ഇതിന്റെ പുറത്തോ അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ വരുന്നവരല്ല എല്ലാവരും. പക്ഷെ നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസ് കൊണ്ട് അങ്ങനെ അതിനപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകളെ കിട്ടിയിട്ടില്ല. ഓക്കെ, ഒരു ജനറേഷൻ ആളുകളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 32 മുതൽ 42 വരെ ഉള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ആ ഒരു ആകാര ഭംഗിയുള്ള സ്ത്രീകൾ എന്ന് ധരിക്കുന്ന ഒരു കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ള ഒരു ധാരണയിലാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർ തെറ്റായ ധാരണയുടെ പുറത്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ധാരണയോ അങ്ങനെ ഒരു ചിന്താഗതിയോ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇല്ല എന്ന് തന്നെ പറയാം. ഒരു സമയത്ത് നിതംബത്തിന്റെ വലിപ്പം കൂട്ടുന്ന ഒരു ട്രെൻഡിങ് വന്നിരുന്നു. ഇപ്പോൾ വെസ്റ്റേൺസ് കൺട്രികളിൽ അത് ചെയ്യുന്നുണ്ട്. അതിന് പല കുത്തിവെപ്പും നടത്തുന്ന പലതരത്തിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്ത നാട്ടിലും അത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ വീണ്ടും അതിൽ നിന്ന് മാറി പൂർണ്ണമായി ഫിറ്റ്നസ് ഉള്ള ഒരു ശരീരം ഉണ്ടാക്കുക, ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് സ്ത്രീകളുടെയും ലക്ഷ്യം. ഇപ്പോൾ അതിൽ മാറിടത്തിന്റെ അളവ് കുറഞ്ഞത് കൊണ്ട് യാതൊരു തരത്തിലുള്ള വിഷമം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു ഡിമാൻഡുള്ള ഒരു സംഭവമാണ് ഇത് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇവർക്ക് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ചാവും. എന്തായാലും കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ.